إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع الأليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും യഥോചിതം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനും തഖ്വയുമുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഓതിവെച്ച വചനം 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 110-ാമത്തെ വചനമാണ്. നമ്മളേറെ പ്രയോഗിച്ചു വരുന്ന രണ്ട് പദങ്ങൾ മഗ്ഫിറത്ത്, മർഹമത്ത്. മയ്യത്തിന് വേണ്ടി നമ്മൾ പൊറുക്കലിനെ തേടാറുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, ഈ മയ്യത്തിനോട് നീ കരുണ കാണിക്കു പടച്ചവനെ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്ക് റബ്ബേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ മരണശേഷം ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി ചോദിക്കേണ്ടുന്ന കേവലം ഒരു കാര്യമായിട്ടല്ല വിശുദ്ധ ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തുമായി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മഗ്ഫിറത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മുസാബഖത്ത് വേണം. രണ്ട്, മുസാറഅത്ത് വേണം. പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാനിലെ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിന്, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് കാത്തു നിൽക്കാതെ വേഗത്തിൽ മുന്നേറും. മഗ്ഫിറത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ സമയമില്ല, മുസാറഅത്ത് ഉണ്ടാകണം. അടുത്തത് മുസാബഖത്ത് ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്ത് ഹദീദിലെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. വസാബിഖൂ, നിങ്ങൾ മുസാബഖത്ത് നടത്തണം. മുസാബഖത്ത് എന്ന് പറഞ്ഞാൽ ടൂർണമെന്റ് എന്നാണ് അർത്ഥം. മറ്റൊരാളെ പിന്തള്ളി മത്സരിച്ചോടണം. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്. അപ്പോൾ ധൃതിയും വേഗതയും മത്സരവും വേണ്ട അനിവാര്യമായ ഒന്നാണ് മഗ്ഫിറത്ത് എന്നത്. അത് നമുക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് കിട്ടണം.
അതിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാരം എനിക്കൊക്കെ മഗ്ഫിറത്ത് കിട്ടുമോ, എനിക്കൊക്കെ ഇനി നല്ലൊരു ജീവിതം ഉണ്ടാവുമോ, നമ്മൾ ഇരുട്ടിലും വെളിച്ചത്തിലും ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള ബോധം അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഒരു തടസ്സമായി കൂടാ. മുമ്പ് നമ്മൾ പഠിച്ച ആയത്ത് സൂറത്ത് സുമറിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി ഒരിക്കലും നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അള്ളാഹു തആല എല്ലാം മഗ്ഫിറത്താക്കി തരും, എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. കാരണം എന്താ? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ തെറ്റുകളുടെ ആധിക്യം അള്ളാഹുവിനോട് ഏറ്റുപറയാൻ നമുക്കൊരു തടസ്സമുണ്ടാകാം. എത്ര പാപഭാരങ്ങൾ ഉണ്ടെങ്കിലും റബ്ബ് പുറത്തു തരും. ശിർക്കൊഴികെയുള്ളത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തന്നോട് പങ്കു ചേർക്കുക എന്നത് അള്ളാഹു പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ضل ضلالا بعيدا, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നത് അവർ ബഹുദൂരം പിഴച്ചുപോയവരായിരിക്കുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ജീവിതത്തിന്റെ ഒരു മേഖലയിലും മഹാപാപമായി ശിർക്ക് കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. തെറ്റുകൾ എന്നത് മനുഷ്യ സഹജമാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറയുന്നതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാവും പകലും നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാഹു പറയാൻ, വഅന അഗ്ഫിറുദ് ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നുമുണ്ട്. എന്ത് വേണം നിങ്ങൾ? ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകും, പാപങ്ങൾ പുറത്തു തരും. പാപങ്ങളില്ലാതെ ജീവിക്കുക എന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. കാരണം നമ്മളാരും മഅസൂമീങ്ങളല്ല, പാപമുക്തരല്ല, തെറ്റുകൾ വന്നു പോകും. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ തെറ്റു വരുമെന്നത് മനുഷ്യ സഹജമാണ്. ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ വെളിച്ചത്തിലും ഇരുട്ടിലും നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കും. പക്ഷെ ആരാണ് അല്ലാഹു തആല? അല്ലാഹു പറയാണ്, അഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. എന്ത് വേണം? ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് പുറത്തു തരാൻ ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ആരാണ് നിന്റെ റബ്ബ്? ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് വാസിഉൽ മഗ്ഫിറ, വിശാലമായി മഗ്ഫിറത്ത് കൊടുക്കുന്നവനാണ്. എന്താണ് അള്ളാഹുവിൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം പാപമോചന പ്രാർത്ഥനയിലേക്ക് ധൃതിപ്പെടണം. ഒന്നാമത് അതാണ്. എനിക്ക് പാപം പുറത്തു കിട്ടുമോ എന്ന ഭയപ്പാട് വേണ്ടതില്ല. ദിവസവും ചൊല്ലേണ്ടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അഅ്ബുദുക വഅന അലാ അഹ്ദിക തുടങ്ങിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ദൃഢമനസ്കനായി മനസ്സിൽ തട്ടി അർത്ഥവും ആശയവും മനസ്സിലാക്കി ചൊല്ലിയാൽ, പ്രഭാതത്തിൽ ചൊല്ലിയാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് മരണപ്പെട്ടാൽ സ്വർഗത്തിലെന്ന് നബിയുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൃഢമനസ്കനായിക്കൊണ്ട് ആശയവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് വൈകുന്നേരം ഒരാൾ ചൊല്ലിയാൽ നേരം പുലരുമ്പോഴേക്ക് മരിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്തുകൊണ്ട്? മഗ്ഫിറത്ത് കിട്ടുന്നു അതിലൂടെ. അതുകൊണ്ട് മഗ്ഫിറത്ത് കിട്ടാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കണം, മറക്കരുത്. അൽ ഈമാനു ബില്ലാഹി അസ്സ വജല്ല വ തസ്ദീഖുഹു അർ-റുസുലി, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കണം. അള്ളാഹുവിനെ പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ റസൂലിന്റെ ഹദീസിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ അള്ളാഹ് അങ്ങനെ തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കണം.
അള്ളാഹുവിന്റെ മുർസലീങ്ങളെ സത്യപ്പെടുത്തണം. അതാണ് മുസാബഖത്തുമായി ബന്ധപ്പെട്ട ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. ഉഇദ്ദത് സ്വർഗ്ഗം, മഗ്ഫിറത്ത് കിട്ടും ആർക്ക്? ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ ദൂതരിലും വിശ്വസിക്കുക അവർക്ക് മഗ്ഫിറത്ത് കിട്ടും. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. യുഅ്തീഹി മയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അത് നൽകുകയുള്ളൂ. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം, അള്ളാഹു മഹത്തരമായ അനുഗ്രഹമുള്ളവനാണ്. അപ്പൊ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനാദ്യം ഖുർആനും സുന്നത്തും പഠിക്കുക, എന്നിട്ട് തസ്ദീഖുഹു, അതിനെ സത്യപ്പെടുത്തുക. അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പഠിക്കണം. ഖുർആൻ പറഞ്ഞു വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുക. ഖുർആൻ പഠിക്കണതിന്. അള്ളാഹുവിന്റെ റസൂലിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങളിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ആരാണ് മുഅ്മിൻ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, സത്യവിശ്വാസികൾ ഈ പറയുന്നവർ മാത്രമാണ്. അള്ളാഹുവിലും അവന്റെ റസൂലിലും അചഞ്ചലമായി വിശ്വസിക്കുന്നവരും സുമ്മ ലം യർതാബു, പിന്നെ ലവലേശം സംശയിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ. അപ്പൊ ആ സത്യപ്പെടുത്തൽ മഗ്ഫിറത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യമാണ്. നാളെ ഖിയാമത്ത് നാൾ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരവേ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ യുദ്നി അൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ ഈമാനുള്ള മനുഷ്യനെ അടുപ്പിക്കും. ഫയലഉ അലൈഹി കനഫഅഹ്, എന്നിട്ട് അവന്റെ മേൽ അല്ലാഹു തആല പാർശ്വഭാഗം വെക്കും. വയസ്തുറുഹു, അവനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുകയും ചെയ്യും. ഫയഖൂൽ, അല്ലാഹു ചോദിക്കും, അതഅരിഫു ദംബ കദാ അതഅരിഫു ദംബ കദാ, നിനക്ക് ഇന്ന സമയത്ത് ചെയ്ത നിന്റെ ഈ പാപങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂൽ, ആ മനുഷ്യൻ പറയും, നഅം ഐ റബ്ബ്, അതെ എനിക്ക് ഓർമ്മയുണ്ട് അല്ലാഹുവേ. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, ആ മനുഷ്യനെ കൊണ്ട് അവന്റെ തെറ്റിനെ അല്ലാഹു തആല സമ്മതിപ്പിക്കും. വറഅ ഫി നഫ്സിഹി അന്നഹു ഹലക, ആ മനുഷ്യൻ വിചാരിക്കും തീർന്നു, എൻ്റെ അവസാനമായി, എനിക്കിനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കുന്ന നേരം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, സതർതുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ നിനക്ക് വേണ്ടി ഞാനത് മറച്ചു വെച്ചിരുന്നു, ആളുകൾക്കിടയിലിട്ടത് വഷളാക്കിയിട്ടില്ല. അതുപോലെ വ അന അഗ്ഫിറുഹ ലകൽ യൗം, ഇന്നേ ദിവസം നിനക്കിതാ ഞാനിത് പുറത്തു തരികയാണ്. എന്നിട്ട് ഫയുഅ്ത കിതാബ ഹസനാതിഹി, അവന് കൊടുക്കുന്ന 7 ഹസനാത്തുകൾ മാത്രമുള്ള, തിന്മകളൊക്കെ മായ്ക്കപ്പെട്ട നന്മകൾ മാത്രമുള്ള 7 അവന് നൽകുമെന്നാണ്. ആർക്കാണ് സഹോദരങ്ങളെ? മുഅ്മിനിനാണ്. മഗ്ഫിറത്തിന് വേണ്ടി ആഗ്രഹിച്ച് അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ, ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും ഇരുട്ടിന്റെ മറവിലും വെളിച്ചത്തിലും രാവിലും പകലിലും തെറ്റുകൾ വന്നു പോയ മനുഷ്യൻ, പക്ഷേ അല്ലാഹു തആല അത് ദുനിയാവിൽ മറച്ചു വെച്ചതുപോലെ നാളെ പരലോകത്ത് മറച്ചു വെക്കും. പകരം ഹസനാത്തുകൾ നിറഞ്ഞ 7 പകരം നൽകും. ആർക്ക്? അല്ലാഹുവിലും റസൂലിലും അചഞ്ചലമായി വിശ്വസിച്ചൊരു വ്യക്തിക്ക്. അതാണ് വാസിഉൽ മഗ്ഫിറ എന്ന് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്. മഗ്ഫിറത്ത് കിട്ടാൻ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിഅലുൽ ഖൈറാത്തി വ അമലുസ് സ്വാലിഹാത്ത്, നല്ല ഖൈറായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ചെയ്താൽ കൂലി കിട്ടുമെന്ന് ഉറപ്പുള്ള ഖുർആനും സുന്നത്തും പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ ചെയ്താൽ മഗ്ഫിറത്ത് കിട്ടും. വല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്തിലെ 7-ാമത്തെ വചനം അല്ലാഹ് പറയാൻ, ഈമാനുള്ളതോടൊപ്പം നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് അവരുടെ തിന്മകളൊക്കെയും അവരിൽ നിന്ന് മായ്ച്ചു കളയുക തന്നെ ചെയ്യും. മാത്രമല്ല, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ലതിനുള്ള പ്രതിഫലം അവർക്ക് നാം നൽകും. അപ്പൊ സുന്നത്തും വാജിബുമായി അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന ഏതൊരു സൽക്കർമ്മങ്ങളും
പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മാർഗമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ യാതൊന്നിനെയും നീ നിസാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ്, നീ നിന്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടുന്നത് പോലും നിനക്ക് പുണ്യമാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ചിരിക്കുന്നത് നമ്മൾ പിശിക്കാൻ പാടില്ല. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകും. വഅദ അല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അളീം. മറ്റൊരായത്തിൽ കാണാം അല്ലാഹുവിന്റെ വാഗ്ദാനമാണത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോടുള്ള ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അളീം, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉണ്ട് എന്നാണ്. അപ്പം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യം ഇഹ്സാനിൽ വുളൂ വൽ മഹാഫിളതു അല സ്വലവാത്ത്. വുളൂ ചെയ്യുമ്പോൾ അവയവങ്ങളൊക്കെ ശരിയാം വിധം നനയും വിധം നന്നാക്കി വുളൂ ചെയ്യുക. എപ്പോഴും പറയുന്നൊരു വിഷയമാണല്ലോ, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ മുമ്പ് പഠിച്ച വിഷയത്തിലും പറഞ്ഞു. വുളൂവിനെ നന്നാക്കി ചെയ്യുക. അതുപോലെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മഗ്ഫിറത്ത് കിട്ടും. വുളൂവിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതവല്ലഉ റജുലൻ യുഹ്സിനു വുളൂഅഹു, ഒരാൾ തന്റെ വുളൂഇനെ നന്നാക്കി ചെയ്തു, വയുസല്ലി അസ്സലാഹ്, എന്നിട്ട് അവൻ നമസ്കരിക്കുകയും ചെയ്താൽ, ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈന സ്വലാത്തി ഹത്താ യുസല്ലിഹ, അവന്റെ ആ നമസ്കാരവും അടുത്ത നമസ്കാരം വരേക്കും, ളുഹുറ നിസ്കരിച്ചത് എങ്കിൽ അസർ വരേക്കുമുള്ള പാപങ്ങൾ പൊറുക്കപ്പെട്ടു. തൊട്ടടുത്ത നമസ്കാരം വരെയുള്ള പാപങ്ങൾ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും. എന്താണ് കണ്ടീഷൻ? വുളൂഇനെ പഠിപ്പിച്ച വിധം ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, നിന്നിട്ട് അവയവങ്ങൾ നനയും വിധം കഴുകുക, തല തടവുക, കാല് കഴുകുക, വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, തർത്തീബോടുകൂടി വുളൂ കൃത്യമായി ചെയ്യുക, എന്നിട്ട് നമസ്കരിക്കുക. എങ്കിൽ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരും. അടുത്തത് ജുലൂസിൽ മുസല്ലി ഫിൽ മുസല്ല. നിസ്കാരം കഴിഞ്ഞാലും നമസ്കാര സ്ഥലത്ത് അല്പസമയം അവിടെ ഇരിക്കുക. മഗ്‌രിബ് നിസ്കാരത്തിന് വന്നു, പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങളൊന്നുമില്ല, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അല്പസമയം മറ്റ് അനാവശ്യ വർത്താനങ്ങളിൽ നിന്നും ഏർപ്പെടാതെ അവിടെ തന്നെ ഇരിക്കുക. ഇന്നൽ മലായികത തുസല്ലി, മലക്കുകൾ പ്രാർത്ഥിക്കും, അലാ അഹദികും മാദാമ ഫി മജ്ലിസി, ആ ഇരിക്കുന്ന മുസല്ലയിൽ തന്നെ ഒരാൾ കുറച്ച് സമയം ചെലവഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മലായികതു തുസല്ലി അലാ അഹദികും മാദാമ ഫി മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീഹി മാ ലം യുഹ്ദിസ്, അവൻ അശുദ്ധിയാകാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സമയം അത്രയും മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ മലക്കുകളുടെ പ്രാർത്ഥന? തഖൂലുൽ മലായികതു അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കുകയും ഈ വ്യക്തിയോട് നീ കരുണ കാണിക്കുകയും ചെയ്യണേ. അപ്പം നിസ്കാരം കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങി കസേരയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിന് പകരം അല്ലാഹുവിൻ്റെ പള്ളിയിൽ നമസ്കരിച്ച അതേ സ്ഥലത്ത് മറ്റനാവശ്യ വർത്തമാനങ്ങളിലേക്ക് പോകാതെ അശുദ്ധമാകാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സമയം അത്രയും മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. ആരാണ് മലക്കുകൾ? എന്താണ് മലക്കുകളുടെ പ്രാർത്ഥനയുടെ മുസ്തജാബ? ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഉത്തരമുണ്ട് എന്നാണ്. മഗ്ഫിറത്ത് കിട്ടാനുള്ള അഞ്ചാമത്തെ കാര്യം ഫിർസുൻ അല സ്വലാത്തി അൽ ജുമുഅ വതമസ്സുകു ബിസുനനിഹ. വെള്ളിയാഴ്ച ജുമുഅക്ക് സാധാരണ ദിവസത്തെക്കാൾ കൂടുതൽ ഒരു ധൃതി കാണിക്കുക, ഒരു പ്രത്യേക താല്പര്യം, ആഗ്രഹം കാണിക്കുക. വതമസ്സുകു ബിസുനനിഹ, വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തുകളൊക്കെ എടുക്കുക, നന്നായി തലയിലൊക്കെ എണ്ണ തേച്ച് കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, പുരുഷന്മാർ സുഗന്ധം പൂശുക തുടങ്ങിയ സുന്നത്തുകളൊക്കെ എടുക്കുക. ഇത് മഗ്ഫിറത്ത് കിട്ടാനുള്ള അഞ്ചാമത്തെ കാര്യമാണ്. യൗമുൽ ജുമുഅ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ തവല്ലഅ ഫഅഹ്സന വുളൂഅ, നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഭംഗിയായി നന്നായി വുളൂ ചെയ്തു. എവിടെ നിന്ന്? വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു. സുമ്മ അത്തൽ ജുമുഅ, എന്നിട്ട് ജുമുഅക്ക് വന്നു. ഫസ്തമഅ, ഖുതുബ ശ്രദ്ധിച്ചു കേട്ടു. സമിഅ എന്നല്ല, ഇസ്തമഅ. നമ്മൾ മുമ്പ് ആദ്യം പഠിച്ച വിഷയം കൂടിയാണ്. ഖുതുബ ശ്രദ്ധിച്ചു കേട്ടു. വഅൻസത്,
മിണ്ടാതിരുന്നു, നിശബ്ദനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, മാ ബൈനഹു വ ബൈനൽ ജുമുഅ, അന്നേ ദിവസത്തെ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരേക്കുമുള്ള 7 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. തീർന്നില്ല, വസിയാദത്തു സലാസതി അയ്യാമിൻ, 3 ദിവസത്തെ പാപങ്ങൾ കൂടി പുറത്തു കൊടുക്കും അള്ളാഹു. അപ്പൊ 7 3 10 ദിവസത്തെ പാപങ്ങൾ പുറത്തു കിട്ടും, മഗ്ഫിറത്ത് കിട്ടും 10 ദിവസത്തെ. എന്താ വേണ്ടത്? വീട്ടിൽ നിന്ന് നന്നായി വുളൂ ചെയ്തു, വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊക്കെ പാലിച്ച്, പള്ളിയിൽ ഇമാം ഖുതുബ നിർവഹിക്കുന്നതിന് മുമ്പേ വന്നു ഖുതുബയുടെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ അവന്റെ പാപങ്ങൾ 10 ദിവസത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു, വമൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ, ആരെങ്കിലും നിസ്കരിക്കുന്ന സ്ഥലത്തുള്ള മണൽത്തരികളിൽ തടവിയാൽ അവൻ ലഗ്വ് ചെയ്തു, അനാവശ്യം പ്രവർത്തിച്ചു. മസ്സൽ ഹസ്വ എന്ന് പറഞ്ഞാൽ അന്ന് മദീനത്തെ പള്ളിയിൽ മണലാണ്, മണലിൽ ഇങ്ങനെ വെറുതെ തടവിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാർപ്പറ്റാണ്, കാർപ്പറ്റിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നാൽ ഫഖദ് ലഗാ, അവൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയും വിപരീതം പ്രവർത്തിച്ചവനായി മാറി. അതുണ്ടാകാൻ പാടില്ല. അടുത്തത് അൽ ഇൻഫാഖു ഫിൽ ഖൈർ വൽ ബിർ, നന്മയ്ക്ക് വേണ്ടി ഖൈറിന് വേണ്ടി നന്നായി ചെലവഴിക്കുക. അല്ല തന്ന പണം, അല്ല തന്ന മുതല് അള്ളാഹുവിന് ഇഷ്ടപ്പെടും പ്രകാരം ചെലവഴിക്കുക. അള്ളാഹു തആല പറഞ്ഞു, ഇൻ തുഖരിദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഇഫ്ഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശക്കൂറുൻ ഹലീം. നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുക, യുളാഇഫ്ഹു ലക്കും, അള്ളാഹു തആല ഇരട്ടിയാക്കി തരും. കൊടുത്താൽ കുറഞ്ഞു പോകല്ല ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ അള്ളാഹു തആല ഇരട്ടിയാക്കി തരുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യും. അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനും സഹനശീലനുമാകുന്നു. എന്താ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ? നിയ്യത്ത് നന്നാക്കി കൊടുക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ. അള്ളാഹു തന്ന മുതലിനെ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കുക. അത് പള്ളി പരിപാലനത്തിന് മാത്രമല്ല, പള്ളി പരിപാലനത്തിന്, മദ്രസ സംരക്ഷണത്തിന്, അനാഥകളുടെ സംരക്ഷണത്തിന്, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾക്ക്. സ്വന്തം ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണപ്പിടി ഉയർത്തിയാൽ പോലും ലക സ്വദഖ എന്ന് നബിയുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്നത് പോലും സദഖയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിയ്യത്ത് നന്നാക്കി കൊടുക്കുക. 2 മലക്കുകളുടെ പ്രാർത്ഥന മുമ്പ് പറഞ്ഞു, ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫ, അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് പകരം ഇരട്ടിയാക്കി നൽകി പടച്ചവനെ. മലക്കിന്റെ പ്രാർത്ഥനയാണ്. വയഖൂലുൽ ആഖിർ, രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, നിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിശുക്കി വെക്കുന്നവരാരോ അവർക്ക് നീ നാശം പ്രദാനം ചെയ്യ റബ്ബേ എന്നാണ് പ്രാർത്ഥന. മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിയ്യത്ത് നന്നാക്കി കൊടുക്കുക. അടുത്തത് അൽ ഇഹ്സാനു ഇലൻ നാസ്, ജനങ്ങളോട് നന്നായി പെരുമാറുക, നല്ല പെരുമാറ്റം ഉണ്ടാവുക. ആളുകളുമായി ഇടപഴകുമ്പോൾ ഞാനാ പഴയ പോലെ തന്നെ, ആ കഴിഞ്ഞ കാലത്ത് അതേപോലെ തന്നെ എങ്ങനെ പോകുള്ളൂ, എൻ്റെ സ്വഭാവം ഒന്നും മാറൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കരുത്. അത് ഞാനുമായി ഇടപഴകുന്ന ഏതൊക്കെ മേഖലയുണ്ടോ, കുടുംബത്തിലാകട്ടെ, നാട്ടിലാകട്ടെ, അയൽപ്പക്കത്താകട്ടെ, വലൗ കാനദ ഖുർബ, സ്വന്തക്കാരോടാണെങ്കിലും ശരി, സ്വഭാവത്തെ പെരുമാറ്റത്തെ നന്നാക്കിയാൽ മഗ്ഫിറത്ത് കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗഫറല്ലാഹു ലിറജുൽ, അല്ലാഹു തആല ഒരാൾക്ക് പുറത്തു കൊടുത്തു, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുത്ത ഒരാളെ പറ്റി പറയാൻ. ആരാണ് അയാൾ? കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരാളാണ്. കാന സഹലൻ ഇദാ ബാഅ സഹലൻ, അയാൾ ഒരു കച്ചവടക്കാരനാണ്. ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവൻ സൗമ്യൻ. ഇദസ്തറാ സഹലൻ, സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുമ്പോഴും സഹലൻ, അയാൾ സൗമ്യനാണ്. ഇദഖ്തദാ സഹലൻ, ഒരു കാര്യം, ഒരു വിധി കൽപ്പിക്കുന്ന കാര്യം വന്നാൽ അപ്പോഴും സൗമ്യനാണ്. സൗമ്യതയോടെ, പക്വതയോടെ, നീതിയോടെ വിധി പറയുന്ന ആളുകൾ എല്ലാ മേഖലയിലും സൗമ്യനായി സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, പെരുമാറുമ്പോൾ അത്തരം ആളുകൾക്ക് അല്ലാഹു തആല സൗമ്യത കൊണ്ട് പുറത്തു കൊടുത്തു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഗ്ഫിറത്ത് കിട്ടാനുള്ള 8ാമത്തെ കാര്യം ദിക്റുല്ലാഹി സുബ്ഹാനഹു വ തആല, ദിക്റുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്
അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇല്ലാ ഗുഫറതൻ ഖത്വായാഹു. ഇതൊക്കെ ചൊല്ലിയാൽ അല്ലാഹു പുറത്തു കൊടുക്കും. വലോ കാനത്ത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങൾ അവൻ ചെയ്തെങ്കിലും ശരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല, ഒരാൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് വബിഹംദിഹി ഫി യൗമിൻ മിഅത മറ, ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഖുത്വത് ഖത്വായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വ ഇൻ കാന മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും ശരി. അവ ചൊല്ലാൻ മറക്കരുത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, മഗ്ഫിറത്ത് കിട്ടും. അടുത്തത് കസറത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള അപേക്ഷക്ക് പറയുന്ന പേരാ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് റബ്ബിഗ്ഫിർലി അല്ലാഹുമ്മ ഗ്ഫിർലി, നേരത്തെ പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് പതിവാക്കുക, അധികരിപ്പിക്കുക. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം. സൂറത്ത് നിസായിലെ 110-ാമത്തെ വചനം അല്ലാഹു തആല പറയാൻ, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ, ഔ യദ്ലിം നഫ്സഹു, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട്, സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ, ഇസ്തിഗ്ഫാർ ചെയ്താൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ, ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമായി അള്ളാഹുവിനെ അവൻ കണ്ടെത്തുന്നതാണ്. അല്ലാഹു തആല പറയാൻ, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, പാപങ്ങൾ ചെയ്തു, അത് അടുത്ത റമദാൻ വരട്ടെ എന്നല്ല, മരിച്ചു കഴിഞ്ഞാൽ മക്കൾ മയ്യിത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊള്ളുന്ന പ്രതീക്ഷയിൽ നിൽക്കലല്ല. തെറ്റുകൾ ചെയ്തത് ബോധ്യപ്പെട്ടാൽ ഇസ്തിഗ്ഫാർ നടത്തണം. ഏതൊക്കെ അതിലുള്ള പദങ്ങൾ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് മനസ്സ് തട്ടി പറഞ്ഞാൽ ഗുഫിറ ലഹു, അവന് മഗ്ഫിറത്ത് കിട്ടുന്നതാണ്. നമ്മൾ സ്വയം നിർവഹിക്കണം. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നർ റജുല ലിതുർഫഉ ദറജതഹു ഫിൽ ജന്ന, ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ദറജ ഉയരാൻ, പദവികൾ ഉയർന്നു പോവാൻ. അദ്ദേഹം ചോദിച്ചു, അന്ന ഹാദാ റബ്ബേ, ഇത്രയും ദറജകൾക്ക് ഞാൻ അർഹനാണോ? എൻ്റെ കാര്യം സ്വർഗത്തിലെത്തുമോ എന്ന കാര്യം തന്നെയും സംശയമായിരുന്നു. സ്വർഗത്തിലെത്തിയപ്പോഴും ഉന്നതമായ സ്ഥാനം കിട്ടാൻ എനിക്കെന്താ ഇത്ര പ്രത്യേകത റബ്ബേ? ഫയുഖാൽ, പറയപ്പെടും, ഇസ്തിഗ്ഫാറു വലദികലക്, ഇസ്തിഗ്ഫാറു വലദികലക്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ആത്മാർത്ഥമായി മനസ്സ് തട്ടി ഇസ്തിഗ്ഫാർ നടത്തണം. അല്ലാഹു തആല പറയും, ഇസ്തിഗ്ഫാറു വലദികലക്, നിന്റെ മക്കളുടെ നിനക്ക് വേണ്ടിയുള്ള പാപമോചന പ്രാർത്ഥന കൊണ്ടാണത് എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാണാം സൂറത്ത് നൂഹിൽ. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിൽ വിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവർക്കും എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു തരേണമേ. വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ, അക്രമകാരികളായ ആളുകൾക്ക് നീ നാശമല്ലാത്തതൊന്നും വർദ്ധിപ്പിക്കരുതേ. സ്വന്തത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കണം, മാതാപിതാക്കൾക്കും ഇസ്തിഗ്ഫാറിന് ചോദിക്കണം. അടുത്തത് അൽ മുസാഫഹ്, കൈ കൊടുക്കണം. രണ്ട് സഹോദരങ്ങൾ കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ മാത്രമല്ല, സലാം പറഞ്ഞ് കൈ കൊടുക്കണം, മുസാഫഹത്ത് ചെയ്യണം. എന്താണ് അതിന്റെ? പ്രോഫിറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമൈനി യൽതഖിയാൻ, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, ഫയതസാഫഹാൻ, രണ്ടാളും കൈ കൊടുത്തു, ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ, ആ രണ്ട് കൈകളും വേർപിരിയുന്നതിന് മുമ്പേ അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അത്രയും സമയം ജീവിതത്തിൽ വന്നുപോയ ചെറുപാപങ്ങളെ പൊറുക്കപ്പെടാൻ നമ്മൾ കൈ കൊടുക്കുക. ആ കൈ പിരിയുന്നത് വരേക്കും അല്ലാഹു തആല, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു നിയ്യത്തുണ്ടാകണം. മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയും മരിക്കുന്നതിന് മുമ്പ് തന്നെയും അല്ലാഹു തആല നമ്മുടെ പാപങ്ങളെല്ലാം
നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹു നമ്മെ ഏവരെയും അങ്ങനെ ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാവുന്ന, ചെയ്താൽ ഉപകാരപ്പെടുന്ന, ശേഷക്കാർ ചെയ്താൽ തന്നെ ബാധ്യത വീഴുന്ന ഏതാനും ചില കാര്യങ്ങളെ നാം മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ മരിച്ചവർക്ക് പ്രതിഫലം കിട്ടുമെന്ന് കരുതി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ഒട്ടനവധി അനാചാരങ്ങൾ സമൂഹത്തിലുണ്ട്. അതിലൊന്നാണ് മരിച്ചയിടത്തുള്ള യാസീൻ പാരായണം. അതുപോലെ ഖബറും പുറത്ത് ഖത്തപുര കെട്ടിക്കൊണ്ടുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സൂറത്ത് മുൽക്ക് പാരായണം. അതൊക്കെ ബിദ്അത്താണ്, പുത്തനാചാരമാണ്. റസൂലിൽ നിന്നോ സ്വഹാബാക്കളിൽ നിന്നോ അതിനൊരു മാതൃകയില്ല എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ചോദ്യമാണ്, മരിച്ചയാൾക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ കിട്ടൂലേ? കിട്ടും. അവർ ഹജ്ജ് ചെയ്താൽ, അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ സ്വീകരിക്കൂലേ? കിട്ടും. അവർക്ക് വേണ്ടി നോമ്പ് നോറ്റി വീട്ടിയാൽ വീടൂലേ? കിട്ടും. പിന്നെ എന്തുകൊണ്ട് 70,000 തഹ്ലീൽ ചൊല്ലിയാൽ, അവർക്ക് വേണ്ടി യാസീൻ ചൊല്ലിയാൽ അത് കിട്ടുകയില്ല എന്ന് നിങ്ങൾ പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ കിട്ടുമെന്ന് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചുവോ നമ്മൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫി ഖബരിഹി, ഒരടിമയെ ഖബറടക്കം ചെയ്തു കഴിഞ്ഞാൽ വതവല്ല അൻഹു അസ്ഹാബുഹു വഇന്നഹു ലയസ്മഉ ഖർഅനി അലൈഹിം, ആ മയ്യത്ത് ഖബറടക്കം ചെയ്ത് പിരിഞ്ഞു പോകുന്ന അഹ്ലുകാരുടെ ചെരിപ്പടി ശബ്ദത്തെ ആ അടിമയെ കേൾപ്പിക്കുന്നതാണ്. ആര് കേൾപ്പിക്കും? അല്ലാഹു തആല കേൾപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന സ്വഹീഹായ പരമ്പരയിലുള്ള ഇമാം ബൈഹഖി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് മരിച്ചാലും ഖബറിൽ കിടക്കുന്നവരോട് ഇസ്തിഗാസ ചെയ്യാനും ഇസ്തിആന ചെയ്യാനും തവസ്സുല് നടത്താനും തെളിവാക്കി കൊണ്ടുവരുന്നവരുണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ട സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും ഇത് ഇസ്തിഗാസക്കുള്ള, മരിച്ചവരോട് തേടാനുള്ള തെളിവായി അവർ കണ്ടിട്ടില്ല. എന്ത് കേൾക്കുമെന്ന് റസൂല് പറഞ്ഞോ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതിൽ മാത്രം നമ്മുടെ വിശ്വാസം ഒതുങ്ങണം. മരിച്ചവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ഖുർആനും ഹദീസും പറഞ്ഞോ അതിൽ നമ്മൾ ഒതുങ്ങണം. എങ്കിൽ അത് കിട്ടുമെങ്കിൽ പിന്നെ ഇത് കിട്ടുകയില്ല എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് പ്രസക്തിയില്ല. മയ്യത്തിന്റെ അടുക്കൽ വെച്ചുള്ള ഖുർആൻ പാരായണം വ്യാപകമായി കണ്ടുവരുന്ന ബിദ്അത്താണ്. സൂറത്തുൻ നജ്മിലെ 39-ാമത്തെ ആയത്ത്, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമത്തി ഇസ്തംബത അശ്ശാഫിഈ റഹ്മഹുല്ലാഹ് വമനിത്തബഅഹു, ഈ പരിശുദ്ധമായ ആയത്തിൽ നിന്നും ഇമാം ഷാഫിഈ റഹ്മഹുല്ലയും അദ്ദേഹത്തെ പിന്തുടർന്നവരും തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്തിന്? അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ, മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്താൽ അതിന്റെ കൂലി മരിച്ചവർക്ക് എത്തുകയില്ല എന്നതിന്. ലിഅന്നഹു, കാരണം ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, ഈ ഖുർആൻ പാരായണം എന്നത്, യാസീൻ ഓതുക എന്നത്, സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുക എന്നത് മരിച്ചവരുടെ പ്രവർത്തനമോ സമ്പാദ്യമോ അല്ല. അഥവാ അതൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നേരത്തെ ചെയ്തു വെക്കേണ്ട കാര്യമാണ്. മുമ്പ് പറഞ്ഞതാണ്. ശേഷം അദ്ദേഹം പറയാണ്, വലിഹാദ, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വല ഹസ്സഹും അലൈഹി, അള്ളാഹുവിന്റെ റസൂല് തന്റെ സമുദായത്തിന് ഈ ഒരു കാര്യം സുന്നത്താക്കുകയോ ചെയ്യാൻ പ്രത്യേക പ്രേരണ നൽകുകയോ ചെയ്തിട്ടില്ല.
വലാ അർഷദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാൻ. ഉമ്മത്തിനെ ചെയ്യാൻ പ്രേരിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, വ്യക്തമായ സൂചന കൊണ്ടുപോലും പ്രേരിപ്പിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. ഇപ്രകാരം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽപ്പെട്ട ഒരാളിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വലൗ കാന ഖൈറൻ, ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാൻ, വലൗ കാന ഖൈറൻ, അതിൽ വല്ല നന്മയും ഉണ്ടായിരുന്നുവെങ്കിൽ ലസബഖൂനാ ഇലൈഹി, ലസബഖൂനാ ഇലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രൈമറി ഓഡിയൻസ്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് ദീന് പഠിക്കാൻ അവസരം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും, അവർ നമ്മളെക്കാളും മുമ്പിൽ അവരത് ചെയ്ത് കാണിച്ചു തരുമായിരുന്നു, അവരതിന് മുൻകടക്കുമായിരുന്നു എന്നാണ്. അപ്പം മരിച്ചവർക്ക് വേണ്ടി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ അത് അറിഞ്ഞ് പ്രവർത്തിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത വിദഗ്ധായ കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം എന്നുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും എല്ലാം എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. ഏതവസ്ഥയിൽ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ശരി, പരിപൂർണമായ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ക്യാൻസർ പോലെയുള്ള മാറാവ്യാധികളിൽ നിന്ന് അള്ളാഹു തആല നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ ഏത് ഭരണകർത്താക്കളാണ് അധികാരത്തിൽ വരുന്നത് എങ്കിലും അള്ളാഹുവെ മുസ്ലിം ആയതിൻ്റെ പേരിൽ നിർഭയത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ടാകരുതേ അള്ളാഹുവെ. ഞങ്ങൾക്ക് നീ നിർഭയത്വവും സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യണേ അള്ളാഹുവെ. പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട് അള്ളാഹുവെ. അവർക്കെല്ലാം പരിപൂർണമായി ഷിഫാഇനെ, ബറക്കത്തുള്ള ആയുസ്സിനെ നീ പ്രദാനം ചെയ്യണേ അള്ളാഹുവെ. മഈശത്തിൻ്റെ മാർഗത്തിനായി ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ വ്യവസായം, അതിലെല്ലാവിധ ഖൈറും ബറക്കത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ ശിർക വൽ മുശ്രിക്കീൻ. اللهم انصر إخواننا المستضعفين المسلمين في الهند وسائر بلاد المسلمين. اللهم أحينا على الكتاب والسنة وأمتنا مع الأبرار. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.